ഓക്കെ പിള്ളേർ, നമുക്ക് ആരംഭിക്കാം അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗൂഗിൾ മീറ്റുകാരെ? ഓക്കെ. സോ അപ്പൊ നമ്മൾ ഇന്നലെ അവസാനമായിട്ട് പഠിച്ചു നിർത്തിയത് ആർട്ട് ആൻഡ് നാഷണലിസം ആണ്. ആർട്ട് ആൻഡ് നാഷണലിസം, അതൊന്നുകൂടെ നമുക്ക് നോക്കാം. കലയും ദേശീയതയും, അത് മനസ്സിലായായിരുന്നോ? നമുക്കൊന്നുകൂടെ നോക്കിപ്പോവാം അല്ലേ? ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ടീച്ചിങ്ങിന്റെ ഇവിടെ ഇപ്പൊ ഒരാൾ മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട് കാണുന്നുള്ളല്ലോ. സോ നോക്കുക, this is a watercolor painting by Abanindranath Tagore. Depict Bharat Mata giving food, cloth and knowledge to Indian masses. This painting helped to inculcate patriotism in Indian minds. Under the influence of this painting, artists from various parts of the country pictured Bharat Mata in various fashions, embedded with the map of India. Abanindranath Tagore tried to treat Indian painting from the Western style and to promote Oriental painting based on the Indian culture and tradition. For this, he started Indian of Oriental Arts in Calcutta. അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കലയും ദേശീയതയുമാണ്. എന്താണ്? കലയും ദേശീയതയുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്ന കണ്ടോ? കണ്ടോ? ഇത് ബംഗാളി ചരിത്രകാരനായിട്ടുള്ള അബനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുള്ള സ്വദേശി മൂവ്മെന്റിന്റെ കാലത്ത് ബംഗാളി ചരിത്രകാരനായിട്ടുള്ള അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജലഛായ ചിത്രം, വാട്ടർ കളർ, അതാണ് അവിടെ. വാട്ടർ കളർ എന്താണെന്ന് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്നവർക്ക് അറിയാം എന്താണെന്ന്, അല്ലെ? അപ്പോൾ ആ ജലഛായ ചിത്രമാണ് അവിടെ അബനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുള്ള ജലഛായ ചിത്രമാണ് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഭാരതമാതാവിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആര് വരച്ച ചിത്രമാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ആ പേരൊന്ന് മാർക്ക് ചെയ്തിടണം. ഏത് മൂവ്മെന്റിന്റെ കാലത്താണെന്ന് അറിയാമല്ലോ? ഏത് മൂവ്മെന്റിന്റെ കാലത്താണ്? ഏത് മൂവ്മെന്റ് കാലത്താണ്? ഏത് മൂവ്മെന്റ് കാലത്താണ്? സ്വദേശി മൂവ്മെന്റിന്റെ കാലത്താണ്. കേട്ടോ? ഇന്ത്യയിലെ
ജനങ്ങൾക്ക് ആഹാരം, അതുപോലെ തന്നെ വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിന്റെ ഒരു ചിത്രമാണത്, അല്ലെ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരവും വസ്ത്രവും അറിവും നൽകുന്ന ഒരു ഭാരതമാതാവിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ ടീച്ചർമാരെ? നിങ്ങൾ ആദ്യമൊക്കെ എവിടെയായിരുന്നു? നിങ്ങളെ കാണാനില്ലായിരുന്നല്ലോ, ഒരാൾ ഒഴിച്ച് ബാക്കി ആരും കാണാനില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അറിവും അറിവും ആഹാരവും വസ്ത്രവും നൽകുന്ന ഭാരതമാതാവിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യക്കാരില് ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരില് ദേശസ്നേഹം വളർത്തുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്കാണ് ഈ ചിത്രം വഹിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിനെ തുടർന്നാണ് ഭാരതമാതാവിന്റെ പല രൂപത്തിലുള്ള ചിത്രങ്ങള് ഇന്ത്യൻ ഭൂപടത്തിൽ പ്രചരിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? ഇന്ത്യൻ ഭൂപടത്തില് ഭാരതമാതാവിന്റെ പല രൂപത്തിലുള്ള ചിത്രം പ്രചരിച്ചു തുടങ്ങിയത് അവനീന്ദ്രനാഥ ടാഗോറിന്റെ ഈ ചിത്രം നമ്മൾ അല്ലെങ്കിൽ ഈ ചിത്രം അദ്ദേഹം വരച്ചതിന് ശേഷമാണ് ഭാരതമാതാവിന്റെ പല തരത്തിലുള്ള ചിത്രങ്ങള് നമ്മുടെ ഭൂപടത്തില് പ്രചരിച്ചു തുടങ്ങിയത്. മനസ്സിലായല്ലോ? അതായത് അദ്ദേഹം ശ്രമിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇന്ത്യൻ ചിത്രകലയ്ക്ക് അതിൻ്റെതായ പാരമ്പര്യമുണ്ട്. ആ ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ ചിത്രകലയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിട്ട് ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്. ആ ഭാരതീയ സംസ്കാരത്തിലും അതേപോലെ തന്നെ നമ്മളുടെ നാഷണലിസം അഥവാ ദേശീയത ഇതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പൗരസ്ത്യ ചിത്രകലയുടെ, അതായത് കിഴക്കൻ ചിത്രകലയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? കൽക്കട്ടയിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇൻ കൽക്കത്ത, ഫൗണ്ടഡ് ബൈ അവനീന്ദ്രനാഥ ടാഗോർ. മനസ്സിലായോ? അവനീന്ദ്രനാഥ ടാഗോർ പാരമ്പര്യത്തിൽ അടിയുറച്ച ഇന്ത്യൻ ചിത്രകലയിൽ അടിയുറച്ചു നിന്നുകൊണ്ടും അതേപോലെ തന്നെ പൗരസ്ത്യ ചിത്രകലയുടെ വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം കൽക്കത്തയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ പെയിന്റിംഗ് അഥവാ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. അതേപോലെ തന്നെ ചിത്രകലയിൽ മറ്റൊരു മാന്ത്രികനായിരുന്ന മലയാള കൂടിയായിട്ടുള്ള രാജ രവിവർമ്മ പാശ്ചാത്യ ചിത്രകലയുടെ ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ പുരാണങ്ങളിലെയും അതേപോലെ തന്നെ സാഹിത്യ കൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പല ചിത്രങ്ങളും അദ്ദേഹം വരച്ചു. ഏതൊക്കെയാണ്? നമ്മളുടെ പുരാണങ്ങളും അതേപോലെ തന്നെ മറ്റ് സാഹിത്യ കൃതികളിൽ നിന്നും ഉള്ള പല രംഗങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു? ചിത്രകലയുടെ അല്ലെങ്കിൽ ചിത്രരൂപത്തിൽ അദ്ദേഹം വരച്ചു. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? രാജ രവിവർമ്മയുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. കാളിദാസന്റെ ശാകുന്തളത്തിൽ നിന്നും ഉള്ള ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ?
എല്ലാം ഉറങ്ങിപ്പോയോ? അടുത്ത ഭാഗത്തിലേക്ക് പോകാം. Following the Western style, Raja Ravi Verma, Kerala, from the Kerala visualized various scenes from Indians epics and literature. അതായത് ഇന്ത്യൻ പുരാണങ്ങളിലെയും അതേപോലെ തന്നെ പല സാഹിത്യകൃതികളിലെയും രംഗങ്ങൾ ഉൾക്കൊണ്ടിരിച്ചുകൊണ്ട് അദ്ദേഹം പല ചിത്രങ്ങളും വരച്ചു. മലയാളി കൂടിയായിട്ടുള്ള കേരളീയനായിട്ടുള്ള രാജ രവിവർമ്മ. മനസ്സിലായോ? നന്ദലാൽ ബോസ്, another artist, portrait scenes from Indian literature and events in history. His famous painting is Sati, which visualized the dilemma of a woman was forced to commit sati. സതി എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതെങ്ങനെയാണ് അനുഷ്ഠിച്ചതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സതി അനുഷ്ഠിച്ചവരൊന്നും തന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സതി അനുഷ്ഠിച്ചതാണോ? ആണോ? അല്ല. സതി അനുഷ്ഠിച്ചവരൊന്നും തന്നെ അവരുടെ ഇഷ്ടപ്രകാരമല്ല സതി അനുഷ്ഠിച്ചത്. സതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ. അപ്പോൾ ഇവിടെ മറ്റൊരു ചിത്രകാരനായിട്ടുള്ള നന്ദലാൽ ബോസ്, ഈ നന്ദലാൽ ബോസ് അദ്ദേഹം എന്ത് ചെയ്തു? കുറെ ചിത്രങ്ങള് വരച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ്? അപ്പോൾ അദ്ദേഹം വരച്ചത് ഇന്ത്യയിലെ ചില സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെയുള്ള ചിത്രങ്ങളാണ് നന്ദലാൽ ബോസ് ഇവിടെ വരച്ചിട്ടുള്ളത്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം എന്ന് പറയുന്നത് സതിയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സതിയായിരുന്നു. അവിടെ കണ്ടോ ഒരു ചിത്രം കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം? ഇന്ത്യയില് നിലനിന്നിരുന്ന ദുരാചാരമായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്? കണ്ടോ? നിങ്ങൾ ആ ചിത്രം കണ്ടോ? ചിത്രം കണ്ടോ? ഓക്കെ. നമ്മള് ഇത് ആര് വരച്ച ചിത്രമാണ്? നന്ദലാൽ ബോസ്. വെരി ഗുഡ്. നന്ദലാൽ ബോസ് വരച്ച ചിത്രമാണ് സതി. ടീച്ച്മെന്റുകാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? അപ്പൊ ആരാണ് ഈ സതി അനുഷ്ഠിക്കുന്ന സ്ത്രീയുടെ ചിത്രം വരച്ചിട്ടുള്ളത്? നന്ദലാൽ ബോസ്. ടീച്ച്മെന്റുകാര്, നന്ദലാൽ ബോസ് കേട്ടോ. ബാക്കി നോക്കാം. Sati is a social evil prevailed in India. അതായത് ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു സതി. This painting touch
Indian hearts and stimulated protest against these social evils. His another paintings, village drama, was exhibited in the Haripura section of the Indian National Congress in 1938. In 1938. ആ വർഷം ഒന്ന് മാർക്ക് ചെയ്തിടണം. ഈ 1938 എന്ന് പറയുന്നത് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് ആ 1938 നിങ്ങളൊന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മൾ ഇതിക്ക് മുമ്പ് പഠിച്ച പല ടോപ്പിക്സിലും ഈ 1938 എന്ന വർഷം വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. And was adopted as the picture for the poster of Congress. മനസ്സിലായല്ലോ? Painting of Raja Ravi Verma is seen from Shagundalam of Kalidasa. Amrita Sher gives a famous woman artist of India painted southerns of the Indian villages in dark shade, ably reflecting their predicament. Her painting also motivated people to think about a unified India. അതായത് നമ്മളുടെ നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ, അതായത് വില്ലേജ് ഡ്രമ്മർ, വില്ലേജ് ഡ്രമ്മർ അല്ലെങ്കിൽ ഗ്രാമത്തിലെ ചെണ്ടക്കാരൻ എന്ന നന്ദലാൽ ബോസിന്റെ ചിത്രം 1938 നടന്ന ഹരിപുര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആ ചിത്രം വില്ലേജ് ഡ്രമ്മർ അഥവാ ഗ്രാമത്തിലെ ചെണ്ടക്കാരൻ എന്ന ചിത്രം 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. മനസ്സിലായോ? അപ്പോൾ 1938 ഓർത്തിരിക്കണം. ഹരിപുര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 1938 ഹരിപുര സമ്മേളനം ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം പ്രദർശിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ച ഈ ചിത്രം പിന്നീട് കോൺഗ്രസിന്റെ പോസ്റ്ററിനായിട്ട് ഈ ചിത്രം തിരഞ്ഞെടുക്കുകയും ചെയ്തു. മനസ്സിലായോ? അങ്ങനെ ഈ ചിത്രം കോൺഗ്രസിന്റെ പോസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഏത് ചിത്രമാണ്? വില്ലേജ് ഡ്രമ്മർ അഥവാ ഗ്രാമത്തിലെ ചെണ്ടക്കാരൻ. അപ്പോൾ ഇന്ത്യയിലെ
ഗ്രാമങ്ങളിലെ വെളിച്ചം കുറഞ്ഞ അവര് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിലാണ്, അതായത് ഡാർക്ക് കളേഴ്സ്, അതായത് ഇരുണ്ട ചിത്രം, ഇരുണ്ട എന്നൊക്കെ പറയാം. അത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങളിലെ ആ ഇരുണ്ട വർണ്ണങ്ങളിലാണ് അവര് ചിത്രീകരണം നടത്തിയത്. അവരുടെ പേരെന്താണ്? അമൃത ഷേർഗിൽ. ആ പേര് നോട്ട് ചെയ്തിടണം. അവര് ഒരു വുമൺ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. മറ്റു 3 പേരും, അതായത് അഭിനേന്ദ്രനാഥ ടാഗോറും രാജാ രവിവർമ്മയും നന്ദലാൽ ബോസും ഒക്കെ മെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അമൃത ഷേർഗിൽ വുമൺ ആർട്ടിസ്റ്റ് ആയിരുന്നു. അവർ പ്രധാനമായിട്ടും ഗ്രാമങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ ചിത്രങ്ങള് വരച്ചത്. അവരുടെ സൃഷ്ടികള് ഇന്ത്യയുടെ ജീവിതത്തെയും സംസ്കാരത്തെയുമാണ് ചിത്രീകരിച്ചത്. അങ്ങനെ അവര് ചിത്രം വരച്ച് അവരുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇതൊക്കെ ഒരൊറ്റ ഇന്ത്യ എന്ന ചിന്ത വന്നു. എ യൂണിഫൈഡ് ഇന്ത്യ എന്ന തിങ്കിങ് എല്ലാ ഇന്ത്യക്കാരിലും ഉണ്ടായി. അവിടെ നോക്കൂ, അമൃത ഷേർഗിലിന്റെ ഗ്രാമീണ ജീവിതം എന്ന ഒരു ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പുസ്തകമുള്ളവർക്കാണ് കാണാൻ പറ്റും. അവിടെ കുറച്ച് സ്ത്രീകളുടെ ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, അവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അവിടെ കൂടാതെ തന്നെ ദേശീയ പതാകയുടെയും ദേശീയ മുദ്രയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കണ്ടോ? ഓക്കെ, did you notice the picture? These are national symbols that help to nurture nationalism in Indian minds. Along with this, the national anthem written by Dash. ആരായിരിക്കും? The national anthem written by Dash. ഞാൻ പേര് പറയുന്നില്ല. രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണത്, രവീന്ദ്രനാഥ ടാഗോർ. ബഹിഷ്കരണ പ്രസ്ഥാനം ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മളുടെ ഗാന്ധിജിയുടെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തനിക്ക് കിട്ടിയ സർ പദവിയൊക്കെ വലിച്ചെറിഞ്ഞ മഹാനായ വ്യക്തിയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹമാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയത്. നാഷണൽ ആന്തം റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. ശ്രദ്ധിക്കുക. ഓൾസോ ഹാവ് ടു create national consciousness. The tricolor flag was first designed during the time of the Swadeshi movement. The earlier versions of
The flag contained 8 lotuses representing 8 provinces in British India, and a present representing Hindu, Muslim fraternity. കുട്ടികളെ ആരുടെയോ മൈക്ക് മ്യൂട്ടായിട്ട് അൺമ്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്, അൺമ്യൂട്ട് ചെയ്യൂ. എന്താണ്? ഓക്കെ വേഗം മ്യൂട്ട് ചെയ്യൂ. സോ അപ്പോഴ് ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ഈ ചിത്രം കൂടാതെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ഇന്ത്യക്കാർക്കിടയില് ദേശീയ ബോധം വളർത്താൻ ഇടയായി. മനസ്സിലായോ? അപ്പോൾ ത്രിവർണ പതാക അവിടെ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയതും സ്വദേശി മൂവ്മെന്റിന്റെ കാലത്ത്, സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 8 പ്രവിശ്യകളെ, 8 പ്രോവിൻസസ്, 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകള്, 8 പ്രൊവിൻസസിനെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു പകുതിയുള്ള ചന്ദ്രൻ, അതായത് അർദ്ധചന്ദ്രനും അടങ്ങിയതാണ് ആ പതാക. മനസ്സിലായല്ലോ? അതായത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 8 പ്രൊവിൻസസിനെ, അതായത് 8 പ്രവിശ്യകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായിട്ട് ഒരു അർദ്ധചന്ദ്രനും പകുതിയുള്ള ഒരു ചന്ദ്രനുമാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? Led by the Gandhiji, designed the national flag with charkha, a domestic cotton spinning wheel used Indian villages. Charkha resembled the self-dependent of Indians and their defied to colonial rule. The different tricolor flag of India was officially adopted in 1947. എന്ന് മാർക്ക് ചെയ്തിടണം. You have studied the national emblem adopted from the lion, capital of Ashoka, at Saranath. Patriotic songs, simple and pictures were used throughout their freedom struggle. They played a crucial role in developing nationalistic spirit among Indians. അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വയം പര്യാപ്തത, അതായത്
അതുപോലെ തന്നെ വിദേശ ആധിപത്യം ഉണ്ടായിരുന്നു. നമ്മളെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന വിദേശികളായിരുന്നു. അവരുടെ ആധിപത്യത്തിനെതിരെയും ആ രണ്ടിന്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ആ വർഷം ഒന്ന് മാർക്ക് ചെയ്തിടണം. 1947 നമ്മൾ ഇന്ന് കാണുന്ന ആ ത്രിവർണ പതാക സ്വീകരിച്ചത്. വർഷം നമ്മൾ ഇന്ന് കാണുന്ന ത്രിവർണ പതാക അഡോപ്റ്റ് ചെയ്തത് 1947 മനസ്സിലായോ? 1947 നമ്മൾ ഇന്ന് കാണുന്ന ആ ത്രിവർണ പതാക നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ദേശീയ മുദ്രയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നാണ് പുസ്തകം പറയുന്നത്. എത്രാം ക്ലാസ്സിലാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അവള് ആ ദേശീയ മുദ്രയെ കുറിച്ചും, ആ ദേശീയ മുദ്ര അശോകന്റെ ക്യാപിറ്റലായിട്ട്, അശോകന്റെ തലസ്ഥാനമായിട്ടുള്ള സാരാനാഥ് ഉള്ള അശോക സ്തംഭത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ അശോക സ്തംഭം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മളുടെ ദേശീയ മുദ്രയ്ക്കകത്ത് സിംഹമാണ് അല്ലെ, ലയനാണ്. അങ്ങനെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ ഗീതങ്ങളും ഒക്കെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇന്ത്യൻ ജനതയുടെ ദേശീയ ബോധം ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. മനസ്സിലായോ? ഇത് നിർണായകമായ പങ്കാണ് അതായത് ദേശീയ മുദ്രയും ദേശീയ ഗീതവും ഒക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് വഹിച്ചിട്ടുള്ളത്. മനസ്സിലായ? സമയത്ത് വളരെ സോ ബാക്കി നോക്കിയോ. Village life, a painting of amnesia. Though Indian nationalism emerged in the 19th century, Indian had the concept of a nation even before the beginning of the national movement. They wished to implement their visions of modernization of the soil under their sovereignty. The passion of Indian society for freedom, equality and sovereignty were reflected in the art, literature, education, journalism and social reform, and it motivated Indian nationalism. Prepare a digital album consisting of art forms, national symbols and personality which promoted the nationalism. അതായത് നിങ്ങൾ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. അതായത് വളരെ ഇന്ത്യൻ ദേശീയത, അതിന്റെ
തുടക്കം കുറിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ് എങ്കിൽ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരം വളരെ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. മനസ്സിലായോ? അന്നു തന്നെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഒരു രാഷ്ട്രം എന്ന സങ്കല്പം അവര് രൂപപ്പെടുത്തി വെച്ചിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യൻ ജനത അന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങൾക്ക് പരമാധികാരമുള്ള, തങ്ങൾക്ക് സോവർണിറ്റിയുള്ള ഒരു രാജ്യത്ത് അവർ ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ നടത്താൻ ആഗ്രഹിച്ചിരുന്നു. മനസ്സിലായോ? തങ്ങൾക്ക് പരമാധികാരമുള്ള, ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ രാജ്യത്തല്ല, മറിച്ച് തങ്ങൾക്ക് ഇന്ത്യക്കാരായ നമ്മൾക്ക് പരമാധികാരമുള്ള ഒരു രാജ്യത്താണ് അവർ മോഡേണൈസേഷൻ നടത്താൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം നടത്താൻ ആഗ്രഹിച്ചത്. മനസ്സിലായോ? അതായത് അവരെന്തൊക്കെയാണ് ആഗ്രഹിച്ചത്? സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും. എന്താണ് സ്വാതന്ത്ര്യം, സമത്വം, പരമാധികാരം എന്നിവയൊക്കെ നേടാനായിട്ടാണ് ഇന്ത്യൻ ജനത തീവ്രമായിട്ട് ആഗ്രഹിച്ചത്. മനസ്സിലായോ? അതിനുവേണ്ടി അവർ സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം എന്നിവയൊക്കെ, സാമൂഹ്യ പരിഷ്കരണം എന്നിവയും ഈ മേഖലകളിലൊക്കെ അവരുടെ ഈ ആശയങ്ങള് പ്രതിഫലിച്ചു. അതുകൊണ്ടാണല്ലോ രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ചത്, ഇന്ത്യയിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചത്. ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഇന്ത്യൻ ജനതയിൽ നാം വിട്ട അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയിൽ മുട്ടിട്ട അവരുടെ ദേശീയതയുടെ പ്രതിഫലനമായിരുന്നു പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ. ഇത് ഇന്ത്യൻ ദേശീയതയുടെ ഉണർവാണ് ഇത് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പാഠഭാഗം അവസാനിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? അതിനകത്തില്ലല്ലോ. ഇനി സംഗ്രഹം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ നോട്ട് കിട്ടിയായിരുന്നോ? എന്റെ നോട്ട്സ് കിട്ടിയായിരുന്നു പിള്ളേരെ? ടീച്ചുമെന്റ് പിള്ളേരെ, ടീച്ചുമെന്റുകാരെ, അനഘ, ഇതിന്റെ നോട്ട് കിട്ടിയില്ല? നാലാമത്തെ കിട്ടിയല്ലോ. ഓക്കെ, ഇതിന്റെ ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ഇനി ഇടാം. സോ അപ്പോൾ ഈ പാഠഭാഗം അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് സമരവും സ്വാതന്ത്ര്യവുമായിരിക്കും അടുത്ത ക്ലാസ് മുതൽ എടുക്കുന്നത്. അതേപോലെ തന്നെ ഓഫ്ലൈനിൽ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും എടുത്തു തുടങ്ങും. ഇനിയും നമുക്ക് അല്പം സ്പീഡിൽ പോയില്ലെങ്കിൽ നമ്മുടെ പോർഷൻ തീരാതെ വരും. ജോഗ്രഫി 7ാമത്തെ ചാപ്റ്റർ ആയല്ലേ? ഓക്കെ. അപ്പോഴ് നമ്മള് അടുത്ത പാഠം അടുത്ത ദിവസം മുതൽ എടുക്കും.
അപ്പോൾ ഇതിന്റെ നോട്ട്സ് ഇന്ന് തന്നെ ഇടാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എനിക്ക് തോന്നുന്നു പകുതി ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല എങ്കിൽ അതും കൂടെ ഇന്ന് ഞാൻ അവിടെ ഇടാം. നിങ്ങൾക്ക് ആ വീഡിയോ അവിടെ നിന്ന് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓരോരുത്തരും ടീച്ച്മെന്റിൽ ഒരാൾ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് പോകാം. ഞാൻ പേര് വിളിക്കുന്നവര് ഗൂഗിൾ മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോണം. അലൻ കെ ഡാനിയൽ ലെഫ്റ്റ് ആയിക്കോ. നമ്മളുടെ ഇവാഞ്ചലി മോള് ലെഫ്റ്റ് ആയിക്കോ മോളെ. അനില അൻസില ആ ആർദ്ര മുകളിൽ ലെഫ്റ്റ് ആയിരിക്കും. ജിർഷ വിവേക് വിശാല് ലെഫ്റ്റ് ചെയ്തോ. മറ്റവനുണ്ടോടാ? ഓക്കെ ലെഫ്റ്റ് ചെയ്തോ. ഇനി ഒരാളും കൂടെ കാണിക്കുന്നുണ്ട്. ആരാന്ന് എനിക്ക് ആകാശ് പട്ടയിലെ ആകാശല്ലേടാ? മോനെ ലെഫ്റ്റ് ആയിക്കോടാ. ഓക്കെ. അപ്പോ ടീച്ചറിന്റെ നമുക്കും പോകാം. ഓക്കെ സാർ.